എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് വിഴിഞ്ഞം തുറമുഖം. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വാർത്തകളും ബഹളങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ സംഭവം മൊത്തത്തിൽ പൊളിച്ചടുക്കി എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മുടെ തിരുവനന്തപുരത്തിനടുത്ത് കടലിൻ്റെ നടുവിൽ ഒരു കിടിലൻ പോർട്ട് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇത് ചെറിയൊരു കാര്യമല്ല കേട്ടോ, കാരണം ഇത് വർഷങ്ങളുടെ സ്വപ്നമാണ് സത്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ വിഴിഞ്ഞത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എവിടെ നോക്കിയാലും പോർട്ടാണ് ഇപ്പോൾ താരം. അപ്പോൾ ഈ പോർട്ടിന്റെ പിന്നിലെ കഥ എന്താണ്, ആരൊക്കെയാണ് ഇതിനായി പ്രവർത്തിച്ചത്, ഉദ്ഘാടനത്തിൽ എന്താണ് സംഭവിച്ചത്, അതായത് ഇന്നായിരുന്നല്ലോ അതിന്റെ ഉദ്ഘാടനം അല്ലേ, അതിലെ നേതാക്കൾ എന്തൊക്കെയാണ് പറഞ്ഞത്, പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് തർക്കങ്ങളിലേക്കാണ് ഈ ഒരു സംഭവങ്ങൾ വഴിവെച്ചിരിക്കുന്നത്, ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ, ഈ സംഭവങ്ങളെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കഴിയുന്നവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക, അങ്ങനെയെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ടൈം ലൈനിലേക്ക് വരത്തുള്ളൂ. എന്തായാലും നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് ഈ ഒരു വിഴിഞ്ഞം പോർട്ടിന്റെ ചരിത്രത്തെ പറ്റിയിട്ടാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ കഥ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മളുടെ നേതാക്കളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ ആയിരുന്നു. ഏകദേശം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യത്തിലൊക്കെ ഒരു മോഡേൺ പോർട്ട് വേണമെന്ന ചിന്ത മനസ്സിലുണ്ടായെങ്കിലും അത് വലിയൊരു കാര്യമായിട്ട് മുന്നോട്ട് വന്നത് വർഷം 1990-കളിലൊക്കെയാണ്. കൃത്യമായി പറയുവാണെങ്കിൽ 1991 അന്നത്തെ കെ കരുണാകരൻ സർക്കാരാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഗൗരവമായിട്ട് ആലോചിക്കുന്നത്. പിന്നീട് വന്ന ഇ കെ നയനാർ, എ കെ ആന്റണി സർക്കാരുകളും ഈ സ്വപ്നം കൈവിട്ടില്ല. അവരും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ പദ്ധതിക്ക് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് വർഷം 2009-2010 കാലഘട്ടങ്ങളിലാണ്. അപ്പോഴാണ് സർക്കാർ ഒരു പ്ലാൻ മാറ്റുന്നതും ലാൻഡ് ലോഡ് മോഡൽ എന്ന പുതിയ ആശയം കൊണ്ടുവരുന്നതും. എന്താണ് ലാൻഡ് ലോഡ് മോഡൽ അല്ലേ? ഈ മോഡൽ അനുസരിച്ച് പോർട്ടിന് വേണ്ട ഭൂമി, കടൽ ഭിത്തി പോലുള്ള പ്രധാന പണികൾ ഇതൊക്കെ തന്നെ നമ്മുടെ സർക്കാർ ചെയ്യും. ബാക്കിയുള്ള നിർമ്മാണവും നടത്തിപ്പും ഒക്കെ ഒരു സ്വകാര്യ കമ്പനി ഏൽപ്പിക്കും. വിദഗ്ധർ ഈ മോഡൽ വളരെ നല്ലതാണെന്നാണ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. കാരണം സർക്കാർ ആ ഒരു ഐഡിയ മുമ്പോട്ട് വെച്ച് വിദഗ്ധരോട് ചോദിച്ചു. അപ്പോൾ വിദഗ്ധരൊക്കെ പറഞ്ഞു ഇത് ഓക്കെയാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് 2013 ഡിസംബറിൽ ഇതിനാദ്യമായിട്ട് ടെൻഡർ വിളിച്ചത്. ഈ ടെൻഡറിൽ അദാനി ഗ്രൂപ്പിന്റെ പോർട്ട് കമ്പനി, അതായത് അദാനി പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡ് മാത്രമാണ് പങ്കെടുത്തത്. അങ്ങനെ അവസാനം വർഷം 2015 അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായിട്ട്, ഗൗതം അദാനിയുമായിട്ട് ഈ കരാറിൽ ഒപ്പിടുകയാണ്. അങ്ങനെയാണ് 2015 ഡിസംബർ 5 പണി തുടങ്ങാനും ഈ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതേ സമയത്ത് തന്നെ CPIM ഈ പദ്ധതിയെ വലിയ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കുകയാണ്. CPMന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിൽ ഏപ്രിൽ 25, 2016 അച്ചടിച്ചു വന്ന ഫ്രണ്ട് പേജിൽ തന്നെ ഫുൾ കോളത്തിൽ അച്ചടിച്ചു വന്ന ലേഖനത്തിൽ ഈ പദ്ധതിയെ വിശേഷിപ്പിച്ചത് ഒരു കടൽ കൊള്ള എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് അദാനിക്ക് വേണ്ടി പെട്ടിച്ചുമക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു കാരിക്കേച്ചറും ഒക്കെ തന്നെ നമുക്ക് കാണാമായിരുന്നു. അതിൽ പറയുന്നത് പ്രകാരം ഈ പദ്ധതി എന്നുള്ളത്, ഈ പദ്ധതി വഴി ഉമ്മൻചാണ്ടിയും അനുയായികളും ലക്ഷ്യമിടുന്നത് 5000 കോടി രൂപയുടെ ഒരു അഴിമതിയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് മരണമണി, അതായത് മത്സ്യബന്ധന തൊഴിലാളികളെ പുറത്താക്കിയിട്ട് അദാനിക്ക് ഭൂമി തീറെഴുതുകയാണെന്നും കടലിന് കണ്ണീരുപ്പ് തുടങ്ങിയ ഒരുപാട് ലേഖനങ്ങൾ CPIM അച്ചടിച്ചിറക്കിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ഒപ്പുവെച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണല്ലേ. പക്ഷേ പിന്നീട് ഏത് സർക്കാർ വന്നാലും, അതായത് വീണ്ടും UDF സർക്കാർ വരാം, LDF സർക്കാർ വരാം, വേറെ ഏതെങ്കിലും സർക്കാർ വരാം, ആര് വന്നാലും തന്നെ കേരള ഗവൺമെന്റ് ഈ കരാർ നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെ കേരള ഗവൺമെന്റ് നടപ്പിലാക്കാതെ ഈ പദ്ധതിയിൽ നിന്ന് പിൻവലിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൗതം അദാനിക്ക് കോടതിയിൽ പോകാനും നമ്മൾ, അതായത് കേരളം, വലിയ ഭീമമായിട്ടുള്ള തുക അദാനിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടിയും വരും. എന്തായാലും നിർമ്മാണം തുടങ്ങിയ ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. ഒന്നാമത്തത് വർഷം 2017 ഓഖി ചുഴലിക്കാറ്റായിരുന്നു. അതുപോലെ തന്നെ നിർമ്മാണ സാമഗ്രികൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. പിന്നെ കൊറോണ മഹാമാരിയൊക്കെ കാരണം തന്നെ ഈ പദ്ധതിക്ക് കുറച്ച് കാലതാമസം ഉണ്ടായി. എന്തായാലും പണി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് വർഷം 2000 പകുതിയോടെ ആദ്യഘട്ടത്തിൻ്റെ ട്രയൽ റൺ, അതായത് പരിശീലന ഓപ്പറേഷൻ ഉണ്ടല്ലോ, അത് തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂലൈ ആയപ്പോഴേക്കും MV സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ആദ്യ മദർഷിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ കണ്ടെയ്നർ കപ്പലുകളിലെ, അത് വിഴിഞ്ഞത്തെത്തിയത് വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. ഈ വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതായത് ഇവിടുത്തെ കടലിന് നല്ല ആഴമുണ്ട്, 20 മീറ്ററിലധികം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് പോലും ഇവിടെ എളുപ്പത്തിൽ അടുക്കാൻ സാധിക്കും. ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം, അതായത് ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 270-ലധികം കപ്പലുകൾ വിഴിഞ്ഞത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 6 ലക്ഷത്തിലധികം കണ്ടെയ്നർ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ട്രയൽ റണ്ണിൽ തന്നെ ഈ പ്രകടനം കാഴ്ച വന്നപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലായി, സംഭവം ഉഷാറാകും. ഇതൊരു സാധാരണ പോർട്ടല്ല കേട്ടോ, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ് വിഴിഞ്ഞം എന്നുള്ളത്. അതായത് വലിയ കപ്പലുകളിൽ വരുന്ന ചരക്കുകൾ ഇവിടെ ഇറക്കി ചെറിയ കപ്പലുകളിലാക്കി ഇന്ത്യയിലെ മറ്റ് ചെറിയ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പെട്ടെന്ന് നമുക്ക് സാധിക്കും. ലോകത്തിലെ പ്രധാന കപ്പൽ ചാലിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് വിഴിഞ്ഞത്തേക്കുള്ളൂ എന്നുള്ളതും വലിയൊരു നേട്ടമാണ്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയിലെ കൊളംബോ, സിംഗപ്പൂർ പോലെയുള്ള തുറമുഖങ്ങളെക്കാൾ വളരെ വേഗത്തിൽ കപ്പലുകൾക്ക് ഇവിടെ എത്തി തിരികെ പോകാൻ സാധിക്കും. കടലിന് നല്ല ആഴമുള്ളത് കൊണ്ട്
മണ്ണധികം മാറ്റേണ്ട, അതായത് ഡ്രഡ്ജിങ് അധികം നമുക്ക് നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതും വലിയൊരു ഗുണമാണ്. ഇതിന്റെ പണി പൂർണ്ണമായിട്ട് കഴിയുമ്പോൾ വർഷത്തിൽ 70 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ഒന്നാലോചിച്ച് നോക്കുക, 70 ലക്ഷം കണ്ടെയ്നർ എന്നുള്ളത് ഒരിക്കലും നിസാരമല്ല. ഏകദേശം 8,900 കോടി രൂപയുടെ വലിയൊരു പദ്ധതിയാണിത്. ഇപ്പോൾ കമ്മീഷൻ ചെയ്ത ഈ ആദ്യഘട്ടമുണ്ടല്ലോ, അതിൽ ഏകദേശം 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷി നമുക്കുണ്ട്. അടുത്ത ഘട്ടങ്ങളിൽ കൂടുതൽ ബെർത്തുകൾ വരും. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സാർഗമാല പദ്ധതിയുടെ ഭാഗമാണ്. നമ്മളുടെ തുറമുഖങ്ങളുടെ ശേഷി കൂട്ടാനും ചരക്ക് നീക്കം എളുപ്പമാക്കാനും മറ്റ് രാജ്യങ്ങളിലെ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഈ ഒരു പദ്ധതി ഒരുപാട് നമ്മളെ സഹായിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഴിഞ്ഞം പദ്ധതി എന്നുള്ളത് വലിയൊരു കൂട്ടായിട്ടുള്ള കഠിനാധ്വാനത്തിന്റെയും ശ്രമത്തിന്റെയും ഫലമാണ് എന്നുള്ളതാണ്. രാഷ്ട്രീയ വിയോജിപ്പുകളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ ഈ ഒരു സത്യം ഉൾക്കൊള്ളാൻ തയ്യാറാണ്. നമ്മളുടെ ഒരു അഭിമാന പദ്ധതിയല്ലേ. ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഇനിഷ്യേറ്റീവ് എടുത്തതെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മളുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആ ഒരു UDF സർക്കാരാണ്. 2 നമ്മുടെ LDF സർക്കാരാണ്, അതായത് പിണറായി വിജയൻ സർക്കാരാണ്. 3 നമ്മളുടെ നരേന്ദ്രമോദി സർക്കാരാണ്. 4 സാക്ഷാൽ ഗൗതം അദാനിയുമാണ്. ഇവരുടെ എല്ലാം കൂട്ടായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു പദ്ധതി ഇന്ന് നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വിഴിഞ്ഞം ഒരു പൊതു സ്വകാര്യ പദ്ധതിയാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. ഇതിൽ കേരള സർക്കാരാണ് പ്രധാനമായിട്ടും പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ കേരളം തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൽ 3/4 ഭാഗവും പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർത്ത് അഭിമാനിക്കണം. പദ്ധതിക്ക് വേണ്ട ഭൂമി കൊടുത്തതും കടൽഭിത്തി പോലുള്ള വലിയ പണികൾ ചെയ്തതും നല്ലൊരു തുക, അതായത് 3/2 തുക മുടക്കിയതും എല്ലാം തന്നെ നമ്മളുടെ സംസ്ഥാന സർക്കാരാണ്. ഇത് ഞാൻ പറയുന്നതല്ല, മറിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ തന്നെ പറയുന്നൊരു കാര്യമാണ്. പദ്ധതിയുടെ ആകെ ചെലവിന്റെ ഏകദേശം 3/2 ഭാഗവും മുടക്കിയത് കേരള സർക്കാർ എന്നാണ്. ഇത് സാധാരണ ഒരു സംസ്ഥാനം മുടക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. മറ്റ് സംസ്ഥാന സർക്കാരൊക്കെ ആണെങ്കിൽ ഈ 3/2 ഭാഗമൊന്നും മുടക്കാൻ തയ്യാറാകത്തില്ല. അതുപോലെ ഭൂമി ഏറ്റെടുക്കുന്നതും അതുപോലെ നമുക്ക് റോഡുകൾ വേണം, റെയിൽ കണക്ടിവിറ്റി വേണം, ഇതിന്റെ എല്ലാം പണികൾ ചെയ്തത് സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ തന്നെയാണ്. നമ്മുടെ കേരളമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും ചെയ്തത്. തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മന്ത്രി ശ്രീ വാസവൻ ഉൾപ്പെടെ പല മന്ത്രിമാരും ഈ പദ്ധതിയുടെ പുരോഗതിക്കായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ മന്ത്രി ശ്രീ വാസവൻ ഊന്നി പറഞ്ഞത്, പഴയ ടെൻഡറുകൾ പരാജയപ്പെട്ടെങ്കിലും കേരളം മുന്നോട്ട് പോയത് ക്രെഡിറ്റ് നേടാനല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്നുള്ളതാണ്. ഈ ഒരു ചിന്താഗതിയാണ് വേണ്ടത്. അതായത് നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി ആകട്ടെ, ഏത് ഗവൺമെൻറ് ആകട്ടെ, ആരുമാകട്ടെ നടപ്പിലാക്കുന്നത്, അൾട്ടിമേറ്റ്ലി അത് നമുക്ക് ഗുണമാണ്, നമ്മളുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും ഒക്കെ നേട്ടമുണ്ട് എങ്കിൽ ആ പദ്ധതിയെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയം മറന്നുകൊണ്ട് ആ പദ്ധതിയെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ ബോധമുള്ള പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കടമ. കേന്ദ്ര സർക്കാരിനും ഇതിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. നരേന്ദ്രമോദി സർക്കാർ ഇതിന് നയപരമായിട്ടുള്ള പിന്തുണയും സാമ്പത്തിക സഹായവും നൽകുകയാണ്. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള സർബാന സോനോവാൾ വിഴിഞ്ഞത്തെ മേക്ക് ഇൻ ഇന്ത്യ അതുപോലെ തന്നെ സർഗമാല പദ്ധതികളുടെ ഒരു മികച്ച ഉദാഹരണമായിട്ടാണ് ഉയർത്തിക്കാട്ടിയിട്ടുണ്ടായിരുന്നത്. കേന്ദ്രം നൽകിയ വയാബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്, അതായത് പദ്ധതിയുടെ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫണ്ടാണ്. ഇതുവഴി നമുക്ക് വിഴിഞ്ഞം പദ്ധതി വേഗത്തിലാക്കാൻ സാധ്യമാകുകയാണ്. പക്ഷേ മന്ത്രി ശ്രീ വാസവൻ പറഞ്ഞത്, കേന്ദ്രം ഈ ഫണ്ട് ലോൺ ആയിട്ടാണ് തന്നത്, അത് കേരളം ലോണായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് പണി വേഗത്തിൽ തീർന്നത് എന്നാണ്. മാത്രമല്ല ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നില്ല എന്നതും വലിയൊരു ഗുണമാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല. ഇത് സംയുക്തമായിട്ടുള്ളൊരു ശ്രമമാണെന്നും മന്ത്രി ശ്രീ വാസവൻ തറപ്പിച്ച് പറഞ്ഞു. അതായത് കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ, അദാനി ഗ്രൂപ്പ് എന്നിവരുടെ 3 പേരുടെയും ചേർന്നുള്ള ഒരു കൂട്ടായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ പോർട്ട് യാഥാർത്ഥ്യമായത്. അദാനി ഗ്രൂപ്പാണ് പദ്ധതിയുടെ സ്വകാര്യ പങ്കാളിയും ഇത് പണിതതും ഇനി ഇതങ്ങോട്ട് നടത്താൻ പോകുന്നതും. അദാനിയുടെ കമ്പനി കരാർ നേടിയ ശേഷം നിർമ്മാണത്തിലും നടത്തിപ്പിലും വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അദാനി ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള ഗൗതം അദാനി ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ പ്രധാനമന്ത്രിയോടൊപ്പവും മുഖ്യമന്ത്രിയോടൊപ്പവും ഒക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പോർട്ടിലെ അത്യാധുനിക ക്രെയിനുകളും ഓട്ടോമേഷൻ സംവിധാനങ്ങളും അദാനിയുടെ വലിയ സംഭാവന തന്നെയാണ്. ഗവൺമെന്റിന്റെ പങ്കാളിത്തത്തോടെ അദാനി പോർട്സ് ആണ് ഇത് പണിതത്. എന്നൊരു സാമ്പത്തിക പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2024 അവസാനത്തോടെ കൊളംബോയിലോ അല്ലെങ്കിൽ ദുബായിലോ അടുക്കാൻ കഴിയാത്ത അത്ര വലിയ കപ്പലുകൾ പോലും ഈ വിഴിഞ്ഞത്തെത്തിക്കാൻ തുടങ്ങിയത് ഈ പോർട്ടിന്റെ ലോകോത്തര ശേഷി എത്രത്തോളം ഉണ്ടെന്ന് എടുത്ത് കാണിക്കുന്നു. ഇനി ഈ വീഡിയോയുടെ അടുത്ത സെഷനായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത് ഇന്ന് നടന്ന ഉദ്ഘാടനത്തെ പറ്റിയിട്ടാണ്. അതിൽ നേതാക്കൾ, നമ്മുടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അതുപോലെ മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ എന്താണ് സംസാരിച്ചത്, അവരെന്താണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങൾ രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണല്ലോ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനത് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആരാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത്? ആ ഒരു രാഷ്ട്രീയ തർക്കങ്ങളെ പറ്റിയിട്ടാണ്.
വിഴിഞ്ഞം ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കാണ് ഇത് വഴിതെളിയിച്ചത്. ഓരോ പാർട്ടിയും പദ്ധതിയുടെ ക്രെഡിറ്റ് സ്വന്തം നേതാക്കൾക്ക് അവകാശപ്പെടാനായിട്ട് അത് നേടിയെടുക്കാനായിട്ട് മത്സരിച്ചു. ഉദ്ഘാടന ദിവസങ്ങൾക്ക് ഒരുപാട് മുമ്പേ തന്നെ വിഴിഞ്ഞത്തേക്കുള്ള വഴിയോരങ്ങളിൽ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും നിറഞ്ഞിരുന്നു. LDF പിണറായി വിജയനെ പ്രകീർത്തിച്ച് ബോർഡ് വെച്ചപ്പോൾ കോൺഗ്രസ് ഉമ്മൻചാണ്ടിയെ അഭിനന്ദിച്ചും ഉമ്മൻചാണ്ടിയെ മറക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചും പോസ്റ്ററുകൾ വെച്ചു. പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് വരെ അവർ ആവശ്യപ്പെടുകയുണ്ടായി. ഉമ്മൻചാണ്ടി സർക്കാരാണ് 2015 കരാർ ഒപ്പിട്ടതെന്നും പദ്ധതിക്ക് അനുമതി നേടിയെടുത്തതെന്നും കോൺഗ്രസ് നേതാക്കൾ എടുത്തു പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ മകനും MLAയുമായിട്ടുള്ള ശ്രീ ചാണ്ടി ഉമ്മൻ ഇതിനെ ചരിത്രപരമായിട്ടുള്ള ഒരു ദിവസം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. LDF ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. തൻ്റെ അച്ഛനാണ് ആവശ്യമായിട്ടുള്ള അനുമതികളെല്ലാം നേടിയെടുത്തതെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ ഉമ്മൻചാണ്ടിയാണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ ശില്പി എന്നും പറയുകയുണ്ടായി. എന്നാൽ LDFും CPMും പറയുന്നത് ഇതവരുടെ 9 വർഷത്തെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണെന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലേഖനങ്ങൾ എഴുതി ഈ കാര്യം ഊന്നി പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതിക്ക് അനുമതി നൽകിയപ്പോൾ താൻ, അതായത് അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ, അതിനെ അഴിമതി, റിയൽ എസ്റ്റേറ്റ് ഇടപാട് എന്നൊക്കെ വിളിച്ച് വിമർശിക്കാനുള്ള കാരണവും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, ദേശാഭിമാനി ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ നേരിട്ട് ഇത് വലിയ അഴിമതിയാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിഴിഞ്ഞം പദ്ധതിയെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മളുടെ മണ്ണിൻ്റെയും നമ്മളുടെ ആളുകളുടെയും പദ്ധതിയാണ്. ഇത് പതിറ്റാണ്ടുകൾ നീണ്ട പ്രക്രിയയുടെ പൂർത്തീകരണമാണെന്നും നമ്മുടെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇത് സത്യസന്ധമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ ഒരു കാര്യമാണ് നമ്മൾ ജനങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. എന്തായാലും ഈ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇപ്പോൾ നമ്മൾ UDFന്റെ കാര്യം പറഞ്ഞു, LDFന്റെ കാര്യം പറഞ്ഞു, ഇനി ആരാ ഉള്ളത്? BJP ആണല്ലേ. എന്തായാലും ഇതിനിടയിൽ BJPയും രംഗത്തെത്തുകയാണ്. പ്രധാനമന്ത്രി മോദിയുടെയും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ ഈ വിഴിഞ്ഞത്തേക്കുള്ള വഴികളിലും ആ പാതയോരങ്ങളിലും ഒക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. UDFന്റെയും LDFന്റെയും ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകില്ലായിരുന്നു എന്നാണ് അവർ വാദിച്ചിട്ടുണ്ടായിരുന്നത്. BJP ഇതിനെപ്പറ്റി നേരത്തെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ BJPയുടെ സ്പോക്കർ പേഴ്സൺ ആയിട്ടുള്ള സന്ദീപ് വാചസ്പതിയൊക്കെ CPMനെ ഈ കാര്യത്തിൽ രൂക്ഷമായിട്ട് വിമർശിച്ച് മുമ്പോട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ്. അവർ തുടക്കത്തിൽ പദ്ധതിയെ എതിർത്തവരാണെന്നും വികസനം വൈകിപ്പിച്ചതിന്റെ ഉത്തരവാദികളാണെന്നും ഒക്കെ തന്നെ ഇദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ടിപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമായപ്പോഴും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യ ആശയം മുന്നോട്ട് വെച്ചത് സർ CP രാമസ്വാമി അയ്യരാണെന്നും പിന്നീട് MV രാഘവനും ഉമ്മൻചാണ്ടിയും ഇതിനായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും BJP നേതാക്കൾ ഓർമ്മപ്പെടുത്തി. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പങ്കും അദാനിയുടെ നിശ്ചയദാർഢ്യവും പ്രധാനമാണെന്നും അവർ ഊന്നി പറഞ്ഞു. വികസനം വൈകിപ്പിച്ചതിൻ്റെ ചീത്ത പേര് ഇടത് സർക്കാരിന് മാറില്ലെന്നും ഭാവി തലമുറ അവരോട് സന്ദീപ് വാചസ്പതി പണ്ട് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ, അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വാദങ്ങൾ BJP അവരുടെ രാഷ്ട്രീയ പ്രചാരണത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷണിച്ചില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീട് ക്ഷണക്കത്ത് ലഭിച്ചപ്പോൾ മന്ത്രിമാർക്ക് മാത്രം സംസാരിക്കാൻ അവസരമുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗികമായിട്ട് ക്ഷണമുണ്ടായിരുന്നു എന്ന് മന്ത്രി വാസവൻ പറഞ്ഞെങ്കിലും ക്ഷണക്കത്ത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമാണ് താൻ കണ്ടതെന്നും അതിൽ ചടങ്ങിന്റെ വിശദാംശങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെന്നും VD സതീശൻ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. താൻ പോയാൽ പോർട്ടിന്റെ ചരിത്രത്തെക്കുറിച്ച് ചില അസുഖകരമായ സത്യങ്ങൾ പറയുമെന്നുള്ള ഭയമാണ് സർക്കാർ തന്നെ ഒഴിവാക്കിയതെന്നും അദ്ദേഹം ആരോപിച്ചു. BJPയും LDFും ഒന്നിച്ചുള്ള ആഘോഷത്തെ സതീശൻ പരിഹസിക്കാനുണ്ടായത്. LDF സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്നത് പോലെ BJPയും CPMും ഇപ്പോൾ ഒന്നിച്ചാണോ ആഘോഷിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയാണ്. ചുരുക്കത്തിൽ ഉമ്മൻചാണ്ടി തുടങ്ങിയ പദ്ധതിയുടെ ക്രെഡിറ്റ് പിണറായി വിജയൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് സതീശൻ ആരോപിച്ചു. UDFന്റെ വക്താക്കളായിട്ട് ശശി തരൂർ MPയും വിൻസെന്റ് MLAയും ഒക്കെ തന്നെ ആ ഒരു ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വയമായിട്ട് അതിൽ നിന്ന് വിട്ടുനിന്നു. ഈ ഒരു കാര്യത്തെ ചൊല്ലിയിട്ട് നിയമസഭയിലും മറ്റ് കോൺഗ്രസ് നേതാക്കളും MPമാരും MLAമാരും ഒക്കെ തന്നെ പിണറായി വിജയന്റെ നടപടിയെ വിമർശിക്കുകയാണ്. സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ അകറ്റി നിർത്തി എന്നൊരാൾ പറയുകയുണ്ടായി. അങ്ങനെ എന്തായാലും വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ചർച്ചയാകേണ്ടത് കപ്പലുകളെക്കുറിച്ചും ഈ പോർട്ടിനെ കുറിച്ചുമാണല്ലേ. പക്ഷേ നമ്മുടെ നാട്ടിൽ ചർച്ചയായത് ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചർച്ചയാണ്. കോൺഗ്രസ് ഇത് ഉമ്മൻചാണ്ടിയുടെ നേട്ടമായിട്ട് കണ്ടപ്പോൾ LDF ഇത് തങ്ങളുടെ വിജയമായിട്ട് ചിത്രീകരിക്കുകയാണ്. BJP കേന്ദ്രത്തിന്റെ, അതായത് കേന്ദ്ര സർക്കാരിന്റെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ തന്നെ പങ്കിനെ എടുത്തു പറയുകയാണ്. ക്ഷണക്കത്തുകളെക്കുറിച്ചും അതായത് പബ്ലിസിറ്റിയെക്കുറിച്ചും ഒക്കെ തന്നെ ഓരോ പാർട്ടിക്കാർ അവരുടേതായിട്ടുള്ള പരാതികൾ ഉന്നയിക്കുകയാണ്. അതായത് ഇന്ന ആൾക്കാരെ വിളിച്ചില്ല, ഞങ്ങളെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്
ആരോപണങ്ങൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാമായിരുന്നു. ഇനി നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒന്നാണ് കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടും അവരുടെ അഭിപ്രായങ്ങളും, അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ പങ്കും. ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായിട്ടാണ് നിലപാടെടുത്തിട്ടുണ്ടായിരുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പല അനുമതികളും നേടിയെടുത്തതെന്നും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയതെന്നുമാണ് ഈ നേതാക്കൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത്രത്തോളം എതിർപ്പുകളായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, അത്രത്തോളം അപമാനങ്ങൾ, 5000 കോടി രൂപയുടെ അഴിമതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം എന്തൊക്കെ സംഭവിച്ചാലും ഈ പദ്ധതി ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിരിക്കുമെന്ന് ഉറച്ച വാക്കോടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരുന്നത് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ്. വിഴിഞ്ഞം കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതിനുവേണ്ടി 1991 മുതൽ നമ്മൾ ശ്രമിക്കുക. പക്ഷേ ഇതുവരെ വിജയിച്ചിട്ടില്ല. ഇപ്പോൾ അതൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ പേര് അഴിമതി. നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു, ഏത് നിർദ്ദേശവും വെച്ചു, അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക. അതോടൊപ്പം വെറും തറക്കല്ലിടുക മാത്രമാണ് ഉമ്മൻചാണ്ടി ചെയ്തത്, ഒരു കളവാണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. അതായത് പരിസ്ഥിതി അനുമതികൾ, പുനരധിവാസ പദ്ധതികൾ പോലെയുള്ള എല്ലാ പ്രധാന അനുമതികളും 2015 തന്നെ ഉമ്മൻചാണ്ടി തറക്കല്ലിടുന്നതിന് മുമ്പ് പൂർത്തിയാക്കിയിരുന്നതായിട്ട് കോൺഗ്രസും ചാണ്ടിയുമ്മനും ഒക്കെ വാദിച്ചു. അതായത് തറക്കല്ലിട്ടത് കൊണ്ട് മാത്രം ഒരു പദ്ധതി പൂർത്തിയാവില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ആവശ്യമായ അടിത്തറ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഒരുക്കിയതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. ചാണ്ടി സർക്കാരിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതെന്നാണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ സംഭാവനകൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു. ആദ്യ കപ്പൽ വന്നപ്പോൾ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് KPCC അധ്യക്ഷനായിട്ടുള്ള ശ്രീ സുധാകരൻ പരസ്യമായിട്ട് പറയുകയുണ്ടായി. പോർട്ടിന് യഥാർത്ഥ ശില്പിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതോടൊപ്പം സതീശനെ ആദ്യം ക്ഷണിക്കാതെ ഒഴിവാക്കാൻ ശ്രമിച്ചത് LDFന്റെ ഗൂഢാലോചനയുടെ ശ്രമമാണെന്നും നമ്മുടെ UDF ആരോപിക്കുകയുണ്ടായി. ഉദ്ഘാടനത്തിന് ഒരാഴ്ച മുമ്പ് കോൺഗ്രസ് പ്രവർത്തകർ റോഡുകളിൽ ചാണ്ടി ഇന്നിവിടെ ഇല്ല, പക്ഷെ അദ്ദേഹം ജനമനസ്സുകളിൽ ജീവിക്കുന്നു എന്നെഴുതിയ പോസ്റ്ററുകൾ സ്ഥാപിച്ചത് ജനങ്ങളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിയെ പദ്ധതിയുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പാർട്ടി നിലപാടിനൊപ്പം നിന്നുകൊണ്ട് തന്നെ ചടങ്ങ് ബഹിഷ്കരിച്ചു. തനിക്ക് വ്യക്തിപരമായ പരാതികളില്ലെന്നും എന്നാൽ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കാൻ അവസരം ലഭിക്കാത്ത ഒരു ചടങ്ങിൽ പങ്കെടുക്കത്തില്ല എന്നുമുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തനിക്ക് ക്ഷണക്കത്ത് ലഭിക്കുന്നതിന് മുമ്പ് BJP നേതാക്കൾക്ക് ക്ഷണക്കത്ത് ലഭിച്ചത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ട് LDF സർക്കാരിന്റെ ആഘോഷങ്ങളിൽ BJP നേതൃത്വം പങ്കെടുക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യവും അദ്ദേഹം ആരോപണമായിട്ട് ഉന്നയിക്കുകയാണ്. ചുരുക്കത്തിൽ കോൺഗ്രസ് ഇത് UDFന്റെ സ്വപ്ന പദ്ധതിയായി വിശേഷിപ്പിക്കുകയും BJPയുടെ സാന്നിധ്യത്തെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന് തെളിവായി കാണുകയും ചെയ്തു. ഞാനിവിടെ ഇത്രയും നേരം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തർക്കങ്ങളും അതിന്റെ അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ട ആശയം എന്താണ്? വ്യക്തിപരമായിട്ട് ഇത് വലിയൊരു ഒരുമയുടെ സന്ദേശമാണെന്നുള്ളതാണ്. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ രാഷ്ട്രീയ തർക്കങ്ങൾക്കെല്ലാം ഇടയിലും ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ നേതാക്കളും ഒരു കാര്യം എന്തായാലും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. വിഴിഞ്ഞം കേരളത്തിനും ഇന്ത്യക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന ഒരു വലിയ നേട്ടമാണ്. സത്യമാണ് ആ ഒരു കാര്യം. പ്രസംഗങ്ങളിൽ പോർട്ടിന്റെ ഭാവിയെക്കുറിച്ചുമുള്ള വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാവരും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ തുറമുഖം മത്സ്യത്തൊഴിലാളികൾക്കും മറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനകരമാകും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി ശ്രീ മോദി ഇതിനെ പുതിയ കാലഘട്ടത്തിന്റെ വികസനത്തിന്റെ പ്രതീകമായി വിശേഷിപ്പിക്കുകയും വികസിത ഭാരത് എന്ന രാജ്യത്തിന്റെ ലക്ഷ്യത്തിന് ഇതെങ്ങനെ സഹായിക്കുമെന്നും അദ്ദേഹം ഊന്നിപ്പറയുകയുണ്ടായി. വിഴിഞ്ഞം കടലിന്റെ ആഴവും സ്ഥാനവും ഇന്ത്യയുടെ ആഗോള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുമെന്നും മറ്റു രാജ്യങ്ങളിലെ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ ഇത് പുതിയ യുഗത്തിന്റെ തുടക്കമാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ മലയാളികൾക്കുമുള്ള ഒരു സമ്മാനമാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മളുടെ മണ്ണിന്റെയും ആളുകളുടെയും പദ്ധതിയാണ്. കേരളത്തിന്റെ കൂട്ടായ ശ്രമത്തിന്റെ ഫലമാണ്. ഇത് പിണറായി വിജയന്റെ വാചകമാണ്. ഇതാണ് സത്യം. നമ്മൾ ഇതിനെ ഓർത്ത് അഭിമാനിക്കുകയാണ് വേണ്ടത്. തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ വാസവനും ഈ പ്രതീക്ഷകൾ തന്നെയായിരുന്നു പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോർട്ടിന്റെ പ്രകടനം മികച്ചതായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ ഘട്ടങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി വരുമാനം നേടാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര നേതാക്കൾ ഇതിനെ രാജ്യത്തിന്റെ സാമ്പത്തിക നേട്ടമായിട്ട് ഉയർത്തിക്കാട്ടി. ലോകത്ത്
ലോകോത്തര നിലവാരമുള്ള നിർമ്മാണം നടത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ മാത്രം 24,000 കോടി രൂപയുടെ സാർഗമാല പദ്ധതികൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കിയതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവസാനമായി ഒരുമയുടെ സന്ദേശമായിരുന്നു ചടങ്ങിൽ നിന്ന് ലഭിച്ചത്. പോർട്ട് പ്രവർത്തനം ആരംഭിച്ചാൽ ആരിതിൻ്റെ ഉടമ എന്ന തർക്കത്തെക്കാൾ വലുത് അത് എങ്ങനെ പ്രയോജനമാകും എന്നുള്ളതാണ്. അതാണ് ഉദ്യോഗസ്ഥരൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കേരളത്തിൽ കയറ്റുമതി വ്യവസായത്തെ സഹായിക്കും, പുതിയ കപ്പൽ ലൈനുകൾ ആകർഷിക്കും, മത്സ്യബന്ധന തുറമുഖത്തും മറ്റ് ലോജിസ്റ്റിക് മേഖലയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഈ പോർട്ട് സംസ്ഥാനത്തിനൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണെന്ന് ഒരാൾ പറയുകയുണ്ടായി. രാഷ്ട്രീയപരമായിട്ടുള്ള പോരുകൾക്കപ്പുറം വിഴിഞ്ഞം തുറമുഖം എല്ലാ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് എന്നുള്ളതാണ് പ്രധാന സന്ദേശം. പദ്ധതി ജനങ്ങൾക്ക് പ്രയോജനകരമാക്കുക എന്നതിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ ഒരുപോലെ പറയുന്നുണ്ട്. ഇതാണ് നമ്മളുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്നുള്ളത്. ഒരുപാട് തർക്കങ്ങളും ക്രെഡിറ്റിനെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങളും അല്ലേ, ആരാണ് ഇതിൻ്റെ അച്ഛൻ എന്നൊക്കെയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അതിനപ്പുറം ഇതിൻ്റെ വികസന സാധ്യതകളെയും ഇതിൻ്റെ നേട്ടങ്ങളെയും നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും എങ്ങനെയാണ് ഗുണകരമാകുന്നത് എന്നൊക്കെ തന്നെ എല്ലാ നേതാക്കളും ഒരുപോലെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം CPM നിലപാട് തിരുത്തി മുന്നോട്ട് വരാൻ കഴിഞ്ഞു അവർക്ക്. അത് വലിയൊരു കാര്യമാണ്. തെറ്റിതിരുത്തി മുന്നോട്ട് വരിക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ പല രാഷ്ട്രീയ വിമർശനങ്ങളും ക്രെഡിറ്റ് എടുക്കലുകളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇത് നമുക്ക് ഗുണമാണ്. നമ്മൾ സാധാരണക്കാരായ ജനങ്ങളുണ്ടല്ലോ, നമുക്ക് വലിയൊരു നേട്ടമാണ് എന്നുള്ളതാണ് നമ്മളിതിൽ കാണാനുള്ളത്. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും എഴുതുക. കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് നല്ലൊരു ചർച്ചയ്ക്കുള്ള വേദി കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.